ക്രൂശിത വഴിയിലൂടെ 4-ാം ദിനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു വിരുന്നിൻ്റെ ഉപമയെക്കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട താഴ്മ എന്ന ഗുണത്തെക്കുറിച്ചാണ് ഈശോ അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാനം നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, ദൈവപുത്രനായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ പാവം നിറഞ്ഞ മണ്ണിൽ വന്നു പിറന്നു ക്രിസ്തു. ആരൊക്കെ നമ്മെ താഴ്ത്തിയാലും നമ്മെ കൈപിടിച്ചെത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ വീണ്ടും പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവൻ തന്നെത്താൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ തന്നെത്താൻ താഴ്ത്തപ്പെടും. ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം മാത്രം സ്വപ്നം കണ്ട് അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നെട്ടോട്ടം ഓടുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ തിരുവചനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അംഗീകാരവും പദവിയും പ്രശസ്തിയും ഒന്നും നാം തേടിപ്പോകേണ്ടതില്ല. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അത് നമ്മെ തേടി വരിക തന്നെ ചെയ്യും. യഥാർത്ഥ അംഗീകാരവും പ്രശസ്തിയും എന്നൊക്കെ പറയുന്നത് നാം മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരെ കരുതുകയും അവരെ നമ്മോട് ചേർത്ത് നിർത്തുകയും അവരോട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. നാം നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കണം. നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് നാം മനസ്സിലാക്കണം. അതിൽ നാം അഭിമാനിക്കണം. എന്നാൽ നമ്മുടെ കഴിവുകളിൽ നാം ഒരിക്കലും അഹങ്കരിക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മളിൽ നിന്നും എളിമയും വിനയവും വിട്ടുമാറുകയും അഹങ്കാരം നമ്മിൽ കുടികൊള്ളുകയും ചെയ്യും. ഈ നോമ്പുകാലത്ത് നമുക്ക് കൂടുതൽ എളിമയും വിനയും ഉള്ളവരായിരിക്കാം. നമുക്ക് ക്രൂശിതനായ ഈശോയോട് പ്രാർത്ഥിക്കാം, എൻ്റെ ഈശോയെ, എൻ്റെ അന്തര ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ വളരെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള കഴിവ് എനിക്ക് നൽകണമേ. എളിമയോടും വിനയത്തോടും കൂടി മറ്റുള്ളവരുടെ മുൻപിൽ വ്യാപരിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. അതാണല്ലോ ഈശോ നമ്മെ പഠിപ്പിച്ചതും. നമുക്ക് എളിമ എന്ന പുണ്യം സ്വായത്തമാകുന്നില്ല എങ്കിൽ, വിനയത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, നമുക്ക് ഓർക്കാം വിശുദ്ധ യോഹന്നാൻ 13:14, ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുകയും. നമുക്ക് എളിമയുള്ളവരാകാം, വിനയമുള്ളവരാകാം. ഈ നോമ്പുകാലം കൂടുതൽ ചൈതന്യമുള്ളതാക്കാം. സ്തുതിയായിരിക്കട്ടെ.